ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ ഒരു ചെറിയ സ്നാക്കും കൂടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഞാൻ എപ്പോഴും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന, അധിക സമയമൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന സ്നാക്കുകളാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുട്ടി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ടൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് സവോള ചേർക്കാം. ഞാനൊരു ചെറിയ സവോള എടുത്തിരിക്കുന്നു, അത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം കേട്ടോ. ഈ എല്ലാത്തിനും അങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ഇതിനകത്ത് കുറച്ച് വറ്റൽ മുളക് ചതച്ചത് ഇടാണ്, ഒരു 2 ടീസ്പൂൺ. ഇത്രയും ചേർത്തു എന്ന് വിചാരിച്ച് ഒത്തിരി എരിവൊന്നും കാണത്തില്ല, അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും കുഴപ്പമൊന്നുമില്ല. ഇനി വറ്റൽ മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. പിന്നെ വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം അങ്ങനെയുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, അതും ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ അത് ചേർക്കാണ്. ഇതിന് പകരം മൈദ ആയാലും മതി കേട്ടോ. 2 ആയാലും അങ്ങനെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. ഇനി കളറിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് വേറെ മസാലപ്പൊടികൾ, ഗരം മസാല പോലെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ളൊരു മാവായിരിക്കണം. അതായത് നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ളൊരു മാവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് വെള്ളം വേണോ വേണ്ടെന്നുള്ളത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തത് 3 വലിയ മുട്ടയാണ്, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിരുന്നു, കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വന്നില്ല. പക്ഷെ അഥവാ ചെറിയ മുട്ടയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവസാനം മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് തിക്കായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇപ്പോൾ ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. കാരണം അതും കൂടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ബാറ്ററി ചിലപ്പോൾ കുറച്ചും കൂടി കട്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോകാതെ നോക്കുകയും വേണം. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ. നമുക്കിനി ഫ്രൈ ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായി. അപ്പോൾ ഞാൻ ഇന്നതേ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഒരു പാനിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് കോരി ഒഴിച്ച് വേണമെങ്കിലും ഇത് റെഡിയാക്കാം. പക്ഷെ ഉണ്ണിയപ്പച്ചട്ടിയിലാകുമ്പം കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ, കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാം. വെണ്ണ ചൂടാകുമ്പം ഒരല്പം മാവ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മാവ് മതി കേട്ടോ, കാരണം മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചൊന്ന് വീർത്ത് വരും, കറക്റ്റ് ഒരു സൈസിൽ കിട്ടും. അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ കുറച്ച് മാവ് നമുക്കിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയം എടുക്കില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈസിയാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് ഒന്നും ആയിരിക്കില്ല. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ മുട്ട ആയതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ പതഞ്ഞ് വരുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിന്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടി ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ എഗ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായാലും സ്നാക്കായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും മാവ് വെച്ച് ഏകദേശം 20 എഗ് ബൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സൈസിലുള്ള 20 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇതുപോലെ 3 മുട്ടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1-2 മുട്ട വെച്ചിട്ടും
ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് കറക്റ്റ് ഒരു അളവ് നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മുട്ടയും ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഈ ഉണ്ണിയപ്പ ചട്ടിയിലോ അല്ലെങ്കിൽ എണ്ണയിൽ കോരി ഒഴിച്ചിട്ടായാലും കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അത് പൊടിഞ്ഞു പോവോ അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റായി പോവുമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് സെറ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ് ബൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഒരു മസാല ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും സാധാരണ പോലെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് മസാല ചായയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക, ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ വലിപ്പം പോലെ ചേർത്താൽ മതി. വലുതൊക്കെ ആണെങ്കിൽ 3, ചെറിയ ഏലക്കയാണെങ്കിൽ 5 ചേർക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പട്ട, കുരുമുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ വലിപ്പം കണ്ടല്ലോ, ഇത്രയും മതി. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്ത് വരും. ഒരു ചെറിയ കഷ്ണം എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണിന്ന് എല്ലാം അളന്നെടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കപ്പോ ഗ്ലാസ്സോ ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, ഏലക്ക, ഗ്രാമ്പു ഇത്രയും ചേർക്കാം കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക 3 ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അതിൻ്റെ കുരു മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെയാണ് സ്റ്റൗ ഓൺ ചെയ്തു. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരണം. നല്ല വെട്ടി തിളയ്ക്കണം. നമ്മൾ ഈ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് നല്ല പോലെ വരണം. ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടിക്ക് അങ്ങനെ കറക്റ്റ് ഒരു അളവ് ഇല്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ചും അതുപോലെ എത്ര കടുപ്പം വേണം അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ ഏകദേശം ഒരു 2 മുതൽ 2.25 ടീസ്പൂൺ വരെ അളവിലാണ് ചേർക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചായപ്പൊടി ആകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം കടുപ്പം വരുമെന്നൊക്കെയുള്ളൂ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് ഒന്ന് ചെറിയ തീയിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഓക്കെ, പൊടി നമ്മളിപ്പോൾ ചേർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്ത് പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പാലൊഴിക്കാം. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, പച്ച പാല് തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഇത് നല്ല പോലെ തിളച്ച് വരണം. പച്ചപ്പാലല്ലേ ഒഴിച്ചത്. അപ്പോൾ അത് ആ പാലും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് പൊങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പച്ച ചൊവ ഉണ്ടാവും. നന്നായി തിളച്ച് വരട്ടെ. പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് അരിച്ചെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 ചെറിയ ഗ്ലാസ് ചായ ഉണ്ടാവും. അപ്പോൾ ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നല്ല പോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പം നമ്മുടെ അടിപൊളി മസാല ചായ റെഡി. എനിക്കെപ്പോഴും ചായ ഇങ്ങനെ നന്നായിട്ട് അടിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 4 ഗ്ലാസ് ചായ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.
ചിലപ്പോൾ മഴയൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റിയ അടിപൊളി മസാല ചായയാണ്. നമ്മൾ ചേർത്ത ആ ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ടല്ലോ, അതിൻ്റെ ഒന്നും ഓവറായിട്ടുള്ളൊരു ടേസ്റ്റ് അല്ല, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ നല്ല മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇന്നത്തെ സ്നാക്കും അതുപോലെ ചായയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.